ഹലോ മക്കളെ, എല്ലാവർക്കും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ വരുന്ന 27th നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസ് പബ്ലിക് എക്സാം ആണ്. നിങ്ങളെല്ലാവരും കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്റ്റ് പഠിച്ചു കഴിഞ്ഞു, റിവിഷനൊക്കെ കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. മാത്രമല്ല മറ്റ് സബ്ജക്ട്സും ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ടല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ +2 കമ്പ്യൂട്ടർ സയൻസിന് വരാവുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. അതുപോലെ ഈ രീതിയിൽ തന്നെ മറ്റ് ചാപ്റ്റേഴ്സും നിങ്ങൾ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് +2 കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് A+ നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഡിഫൈൻ സ്ട്രക്ചർ ഓർ വാട്ട് ഈസ് ദ യൂസ് ഓഫ് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പ് ഇൻ C++ പ്രോഗ്രാംസ്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ എന്താ? ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് എ കളക്ഷൻ ഓഫ് ലോജിക്കലി റിലേറ്റഡ് ഡാറ്റ ഐറ്റംസ് വിച്ച് മേ ബി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് അണ്ടർ എ കോമൺ നെയിം. സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ് ആണ്. ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റാസിനെ നമുക്കൊരു കോമൺ നെയിമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതൊരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, സ്ട്രക്ചർ ഈസ് എ ഡാഷ് ഡാറ്റ ടൈപ്പ്. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻ ഡാറ്റ ടൈപ്പ്. തേർഡ് ക്വസ്റ്റ്യൻ, the keyword used to define structure data type in C++ is, that is, struct. Struct കീവേഡ് ആണ് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിന് നമ്മൾ C++ൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഡിഫൈൻ എ സ്ട്രക്ചർ നെയിംഡ് ടൈം വിത്ത് എലമെൻറ്റ്സ് ആർ മിനിറ്റ് ആൻഡ് സെക്കൻഡ്. അതായത് ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഒത്തിരി കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചിരിക്കുക. അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നത് ഒരു ടൈം എന്ന പേരുള്ള സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനാണ്. സോ സ്ട്രക്ട് ടൈം. ശ്രദ്ധിക്കേണ്ടത് ഇവിടെ സ്ട്രക്റ്റിന് S സ്മോൾ ലെറ്ററിലാണ് എഴുതിയിരിക്കുന്നത്. ദെൻ ഇൻറ്റ് അവർ, ഇൻറ്റ് മിനിറ്റ്, ഇൻറ്റ് സെക്കൻഡ്, അങ്ങനെ സ്ട്രക്ട് എലമെൻറ്റ്സ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തു. ഒരു 2 മാർക്സിനോ അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് കാണാം. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ആൻഡ് കറക്റ്റ് ദ എറേഴ്സ് ഇൻ ദ ഫോളോവിങ് കോഡ് സെഗ്മെൻറ്റ്. ഇതൊരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. അതായത് താഴെ തന്നിരിക്കുന്ന ഈ ചോദ്യത്തിൽ ഈ കോഡ് സെഗ്മെൻറ്റിലെ എറേഴ്സ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക. ഇവിടെ സ്ട്രക്റ്റ്, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ സ്ട്രക്റ്റിൻ്റെ നെയിം ഇവിടെ കൊടുത്തിട്ടില്ല. ദെൻ ഇൻ്റെ രജിസ്റ്റർ നമ്പർ, ക്യാർ നെയിം ഓഫ് 20, ഫ്ലോട്ട് മാർക്ക് ഈക്വൽ ടു 100. ഇപ്പോൾ ഇവിടെ 2 എറേഴ്സാണ് ഉള്ളത്. ഫസ്റ്റ് വൺ, സ്ട്രക്ചറിൻ്റെ നെയിം ഇവിടെ ഐഡൻറ്റിഫൈ കൊടുത്തിട്ടില്ല. സോ സ്ട്രക്ട് സ്റ്റുഡൻറ്റ് നിങ്ങൾ നെയിം കൊടുക്കുക. രണ്ടാമത്തെ എറർ എന്താ? ഫ്ലോട്ട് മാർക്ക് ഈക്വൽ ടു 100. അതായത് സ്ട്രക്ട് എലമെൻറ്റിനെ ആ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതാണ് അവിടുത്തെ എറർ എന്ന് പറയുന്നത്, ഫ്ലോട്ട് മാർക്ക്. സോ പെട്ടെന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഈ ഒരു എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും ഇതുപോലുള്ള ക്വസ്റ്റ്യൻസിന് പ്രിപ്പയർ ചെയ്തിരിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഗിവൺ സ്ട്രക്ചർ ഡെഫിനിഷൻ. ഈ ഒരു സ്ട്രക്ചർ ഡെഫിനിഷൻ കൺസിഡർ ചെയ്യുക. സ്ട്രക്ട് കോംപ്ലക്സ്, ഇൻറ്റ് റിയൽ, ഇൻറ്റ് ഇമേജ്. സോ റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു ക്രിയേറ്റ് എ സ്ട്രക്ചർ വേരിയബിൾ. ഈ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചറിന് ഒരു സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. നമുക്കറിയാം എങ്ങനെയാണ് സ്ട്രക്ചർ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ആ സ്ട്രക്ചറിൻ്റെ പേര് കോംപ്ലക്സ് എക്സ്, അതായത് ഇവിടെ എക്സ് എന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ വേരിയബിൾ. അടുത്തത്, റൈറ്റ് എ C++ സ്റ്റേറ്റ്മെൻറ്റ് ടു സ്റ്റോർ ദ വാല്യൂ 15 ടു ദ സ്ട്രക്ചർ മെമ്പർ റിയൽ. റിയൽ എന്ന് പറയുന്ന ഈ എലമെൻറ്റിലേക്ക് 15 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? എക്സ് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേരിയബിൾ. സോ എക്സ് ഡോട്ട് റിയൽ ഈക്വൽ ടു 15. നിങ്ങളിവിടെ ഏത് വേരിയബിൾ നെയിം ആണോ ക്രിയേറ്റ് ചെയ്തത്, സോ ആ വേരിയബിൾ നെയിം തന്നെ ആയിരിക്കണം ആ സെക്കൻഡ് പാർട്ട് ബി പാർട്ടിൽ ഈ ക്വസ്റ്റിന് ആൻസർ ചെയ്യുമ്പോൾ ആ ഒരു വേരിയബിൾ നെയിം തന്നെയാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അടുത്ത ക്വസ്റ്റ്യൻ, ഡിഫൈൻ നെസ്റ്റഡ് സ്ട്രക്ചർ വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഇതൊരു 1 മാർക്ക് ക്വസ്റ്റിൻ്റെ ആയിട്ട് വരാവുന്ന ചോദ്യങ്ങൾ വരാറുണ്ട് നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ പോർഷനിൽ നിന്ന്. അതുപോലെ തന്നെ 2 മാർക്സിൻ്റെ ആയിട്ടും ചോദിച്ച് കാണാറുണ്ട്. An element of a structure may itself be another structure. Such a structure is known as nested structure. നമുക്കറിയാലോ, ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് മറ്റൊരു സ്ട്രക്ചർ വരുന്നതിനെയാണ് നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു എക്സാമ്പിൾ കൂടി നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. സോ എക്സാമ്പിൾ വളരെ എളുപ്പമാണ്. സ്ട്രക്ട് ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഷോർട്ട് ഡേ, ഷോർട്ട് മന്ത്, ഷോർട്ട് ഇയർ. ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനുശേഷം സ്ട്രക്ട് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. എങ്ങനെയാണ്? ഇൻറ്റ് അഡ്മിഷൻ നമ്പർ, ക്യാർ നെയിം ഓഫ് 20, ഡേറ്റ്. സോ ഡേറ്റ് എന്ന് പറയുന്നത് എന്താ? ഈ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഡേറ്റ്, DT, ADM, അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പോർഷൻ, അഡ്മിഷൻ നമ്പർ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വേരിയബിളാണ് DT, ADM എന്ന് പറയുന്നത്. സോ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഒരു സ്ട്രക്ചറാണ് കൊടുത്തിരിക്കുന്നത്. ദെൻ ഫ്ലോട്ട് ഫീ, അതായത് ഒരു സ്ട്രക്ചറിൻ്റെ അകത്ത് തന്നെ മറ്റൊരു സ്ട്രക്ചർ വരുന്ന രീതിയിലാണ്. സോ ഇതാണ് നെസ്റ്റഡ് സ്ട്രക്ചറും അതിൻ്റെ ഒരു എക്സാമ്പിൾ.
സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതായത് സെമിക്കോളൻ ഇടണം. സോ ഈ സ്ട്രക്ചറിൻ്റെ ഓപ്പൺ ബ്രേസസ് ഇവിടെ ക്ലോസ് ചെയ്യണം. ക്ലോസ് ചെയ്ത ശേഷം സെമിക്കോളൻ, വീണ്ടും ഒരു സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക. അതിൻ്റെ അകത്തായിട്ട് ഈ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ കൂടി ഈ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു എലമെൻറ്റ് കൂടി നിങ്ങളവിടെ ക്രിയേറ്റ് ചെയ്യുക. അടുത്ത ചോദ്യം, കമ്പയർ അറേ ആൻഡ് സ്ട്രക്ചർ ഇൻ ടേബിൾ ഫോം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അറേ ആൻഡ് സ്ട്രക്ചേഴ്സിൻ്റെ കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്, അത് പഠിക്കുക. സോ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. അറേസ് എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ് ആണ്. സ്ട്രക്ചർ ഈസ് എ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ്. സോ അറേസിൽ എങ്ങനെയാണ്, സെയിം ടൈപ്പ് ഓഫ് ഡാറ്റാസ് ആണ് വരുന്നത്. സ്ട്രക്ചറിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റാസ് വരാറുണ്ട്. എലമെൻറ്റ് ഓഫ് എൻ അറേ ആർ റെഫറൻസ്ഡ് യൂസിങ് കറസ്പോണ്ടിങ് സബ്സ്ക്രിപ്റ്റ്. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്ന അറേ ആണെങ്കിൽ അറേയിലെ എലമെൻറ്റ്സ് നമ്മൾ എങ്ങനെയാണ് എടുക്കുന്നത്, A0, A1, അങ്ങനെ സബ്സ്ക്രിപ്റ്റ് യൂസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതേസമയം സ്ട്രക്ചറിൻ്റെ എങ്ങനെയാണ് എടുക്കുന്നത്, ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ് അല്ലേ. X.real നേരത്തെ നമ്മൾ കണ്ട എക്സാമ്പിൾ ഇല്ല. അതുപോലെ when an element of an array becomes another array, multi-dimensional array is formed. അതായത് ഒരു അറേയുടെ അകത്തായിട്ട് മറ്റൊരു അറേ വരുമ്പോഴാണ് മൾട്ടി ഡയമെൻഷണൽ അറേ വരുന്നത്. ഇതേ കേസ് തന്നെ സ്ട്രക്ചേഴ്സിൽ വരുമ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചേഴ്സ് ആണ് ഫോം ചെയ്യുന്നത്. ദെൻ അറേ ഓഫ് സ്ട്രക്ചേഴ്സ് ഈസ് പോസിബിൾ. അതുപോലെ സ്ട്രക്ചേഴ്സ് ക്യാൻ കണ്ടെയ്ൻ അറേ ആസ് എലമെൻറ്റ്. സ്ട്രക്ചറിൽ അറേ എലമെൻ്റ് ആയിട്ട് വരാറുണ്ട്. ഇതാണ് അറേയും സ്ട്രക്ചേഴ്സും തമ്മിലുള്ള കമ്പാരിസൺ അല്ലെങ്കിൽ മെയിൻ ഡിഫറൻസസ്. സോ ഇതെന്തായാലും നിങ്ങൾ പഠിച്ചു വെക്കുക, മറക്കരുത്. അടുത്ത ക്വസ്റ്റ്യൻ പോയിന്റേഴ്സിൽ നിന്ന് വരുന്നതാണ്. വാട്ട് ഈസ് എ C++ പോയിന്റർ? വാട്ട് ഈസ് എ പോയിന്റർ ഇൻ C++? റൈറ്റ് ദ സിൻടാക്സ് ഓർ എക്സാമ്പിൾ ടു ഡിക്ലെയർ എ പോയിന്റർ വേരിയബിൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോയിന്ററിൻ്റെ ഡെഫിനിഷൻ എഴുതുക. എ പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് ക്യാൻ ഹോൾഡ് ദ അഡ്രസ് ഓഫ് എ മെമ്മറി ലൊക്കേഷൻ. ഒരു മെമ്മറി ലൊക്കേഷൻ്റെ അഡ്രസ്സാണ് പോയിന്റർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് എഴുതുന്നതെങ്കിൽ കുറച്ചുകൂടി ടീച്ചേഴ്സിന് നോക്കാൻ എളുപ്പമായിരിക്കും. സിൻടാക്സ് എന്ന് എഴുതുക, അതിനുശേഷം അതിന് സിൻടാക്സ് എഴുതുക. സിൻടാക്സ് എന്താ വരുന്നത്, ഡാറ്റ ടൈപ്പ് സ്റ്റാർ വേരിയബിൾ സെമിക്കോളൻ മറക്കരുത്. സിൻടാക്സ് എഴുതുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സെമിക്കോളൻ എഴുതുക. ദെൻ എക്സാമ്പിൾ എന്ന് എഴുതുക, അതിനുശേഷം എക്സാമ്പിൾ എഴുതുക. എക്സാമ്പിൾ എന്താ, ഡാറ്റ ടൈപ്പ് ഇൻറ്റ്, ദെൻ സ്റ്റാർ പോയിന്റർ വേരിയബിൾ ptr1 സെമിക്കോളൻ. മനസ്സിലായല്ലോ. അടുത്തത്, വാട്ട് ഈസ് എ പോയിന്റർ ഇൻ C++? Declare a pointer and initialize with the name of your country. ഇവിടെയും എന്താ പോയിന്റർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം ഒരു പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യുക. അവിടെ പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് യുവർ കൺട്രി, അത് വെച്ചിട്ടാണ് പോയിന്റർ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. അപ്പോൾ ചോദ്യം വായിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് വായിച്ചിരിക്കണം. ചില കുട്ടികൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുന്ന സമയത്ത് പോയിന്റ് ഡിക്ലെയർ ചെയ്യും. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇനിഷ്യലൈസ് ചെയ്യാൻ പറയുമ്പോൾ ചിലപ്പോൾ വേറെ ഏതെങ്കിലും നെയിം വെച്ചൊക്കെ ഇനിഷ്യലൈസ് ചെയ്യാറുണ്ട്. സോ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നെയിം ഓഫ് യുവർ കൺട്രി, അത് വെച്ചിട്ടാണ് ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. സോ ചോദ്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ വായിക്കാൻ ശ്രമിക്കുക. നമുക്ക് ആ കൂൾ ഓഫ് ടൈം ഉണ്ടാകുന്ന സമയത്ത് എങ്ങനെയാണ് ആ ചോദ്യത്തിന് ആൻസർ ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിൽ കാണുക, എന്നിട്ട് ഉത്തരം എഴുതുക. അപ്പോൾ ഇവിടെ പോയിന്ററിൻ്റെ ഡെഫിനിഷൻ എഴുതി, അതിനുശേഷം എക്സാമ്പിൾ ക്യാർ star ptr1 equal to intr. If int num equal to 5, write C++ statements to declare a pointer variable and store the address of num into it. int num equal to 5 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഉണ്ട്. സോ അങ്ങനെയെങ്കിൽ നിങ്ങളോടൊരു C++ സ്റ്റേറ്റ്മെൻറ്റ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പോയിന്റർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക, അതിനുശേഷം 5 എന്ന് പറയുന്ന വാല്യൂ, അതായത് അതിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സ്റ്റോർ ദ അഡ്രസ് ഓഫ് നം ഇൻ ടു ഇറ്റ്. നമുക്കറിയാം ഇവിടെ ഇൻറ്റ് നം ഈക്വൽ ടു 5 എന്നാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഡിക്ലെയർ ചെയ്യുന്ന പോയിന്റർ വേരിയബിളിൻ്റെ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നതും ഇൻറ്റിജർ ആയിരിക്കണം. സോ ഇൻറ്റ് സ്റ്റാർ പോയിന്റർ സെമിക്കോളൻ. അതിനുശേഷം ഈ നമ്മിൻ്റെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. സോ അതിവിടെ അഡ്രസ്സാണ് സ്റ്റോർ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ptr ഈക്വൽ ടു ആംബസെൻഡ് ഓഫ് അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടി ആംബസെൻഡ് ഓഫ് നം സെമിക്കോളൻ. വളരെ സിമ്പിളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ ഇൻ C++? അറിയാലോ, ആംബസെൻഡ് ഓപ്പറേറ്റർ ആണ്. അതായത് അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ആണ് അഡ്രസ് ഓഫ് വേരിയബിൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ptr is a pointer to the variable num, which of the following statement is correct? താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ്? അതായത് ptr എന്ന് പറയുന്ന പോയിന്റർ ആണ്, നം എന്ന വേരിയബിളിനെയാണ് അത് പോയിന്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ ptr and num may be of different data type, അത് പോസിബിൾ അല്ല. സെക്കൻഡ് വൺ, if ptr points to num then sum also points to ptr, അതും പോസിബിൾ അല്ല അല്ലേ. Then the statement num equal to ampersand ptr is valid.
the star ptr will give the value of a variable num. സോ ഇതിൽ കറക്റ്റ് ആയിട്ട് വരുന്നത് ദ ഫോർത്ത് ഓപ്ഷൻ ആണ്. സ്റ്റാർ ptr എന്ന് പറയുന്നത് എന്താ നമുക്കറിയാം, ഏത് വാല്യൂ ആണോ നമ്പറിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത് ആ വാല്യൂ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് സ്റ്റാർ ptr എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്ത ചോദ്യം, ഫൈൻഡ് ആൻഡ് കറക്റ്റ് എറേഴ്സ് ഇൻ ദ പ്രോഗ്രാം കോഡ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്ന പ്രോഗ്രാം കോഡിലെ എറേഴ്സ് ഫൈൻഡ് ചെയ്യുക, അതിനുശേഷം കറക്റ്റ് ചെയ്യുക. ഇൻറ്റ് a ഈക്വൽ ടു 5, ദെൻ ഫ്ലോട്ട് സ്റ്റാർ p ഈക്വൽ ടു ആംബർസൻഡ് a, ദെൻ സി ഔട്ട് p. സോ ഇതിൽ എറേഴ്സ് എന്താ വന്നിരിക്കുന്നത്, ഇവിടെ ഫ്ലോട്ട് പിയുടെ ഡാറ്റ ടൈപ്പ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് ഫ്ലോട്ട് ആയിട്ടാണ്. സോ ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ ടൈപ്പിലേക്കാണ് ഇവിടെ ഇൻറ്റിജർ ഡാറ്റ ആയിട്ടുള്ള എയുടെ അഡ്രസ്സ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ അതെന്തായാലും പോസിബിൾ അല്ല, അതാണ് ഇവിടെ എററായിട്ട് വന്നിരിക്കുന്നത്. സോ ഇതിൻ്റെ ആൻസർ എന്താ, വേരിയബിൾ എ ആൻഡ് പോയിന്റർ പി ബിലോങ്സ് ടു ഡിഫറെൻറ്റ് ഡാറ്റ ടൈപ്സ്. To store the address of A, the data type of P also must be int. So നമ്മൾ ആ പ്രോഗ്രാമിൻ്റെ എറേഴ്സ് കറക്റ്റ് ചെയ്ത് എഴുതുക. int a equal to 5 സെമിക്കോളൻ, int star p സെമിക്കോളൻ, p equal to address operator a സെമിക്കോളൻ, then cout p സെമിക്കോളൻ. സോ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലെ ക്വസ്റ്റ്യൻസ് തരുമ്പോൾ സെമിക്കോളൻ കൂടെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. ചില പ്രോഗ്രാംസിൻ്റെ എറേഴ്സ് തരുന്ന സമയത്ത് സെമിക്കോളൻ ഇടാതെ നമുക്ക് തരാറുണ്ട്. സോ അതും ഒരു എററാണ്. അടുത്തത്, റൈറ്റ് ദ യൂസ് ഓഫ് സ്റ്റാർ ആൻഡ് അഡ്രസ് ഓഫ് ഓപ്പറേറ്റേഴ്സ് യൂസ്ഡ് ഇൻ എ പോയിന്റർ. നമുക്കറിയാലോ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ഗെറ്റ് ദ അഡ്രസ് ഓഫ് എ വേരിയബിൾ. ഒരു വേരിയബിളിൻ്റെ അഡ്രസ്സ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഡ്രസ് ഓഫ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അടുത്തതാണ് ഈ ഒരു ഓപ്പറേറ്റർ. ഇതിന് പറയുന്നത് പേരെന്താ, ഡി റെഫറൻസ് ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഇൻഡയറക്ഷൻ ഓപ്പറേറ്റർ. സോ ദിസ് റിട്രീവ്സ് ദ വാല്യൂ അറ്റ് ദി ലൊക്കേഷൻ പോയിന്റഡ് ടു ബൈ ദ പോയിന്റർ. അതായത് ആ പോയിന്റർ പോയിന്റ് ചെയ്തിരിക്കുന്ന ആ ലൊക്കേഷനിലെ വാല്യൂ ആണ് നമുക്കവിടെ ലഭിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് മെമ്മറി അലോക്കേഷൻ എന്ന ഭാഗത്ത് നിന്നിട്ടാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻസ് യൂസ്ഡ് ഇൻ C++? എക്സ്പ്ലെയിൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. പല രീതിയിൽ 1 മാർക്കിൻ്റെ ആയും 2 മാർക്സിൻ്റെ ആയും 3 മാർക്സിൻ്റെ ആയിട്ടൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദ്യം കണ്ടുവന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ എന്താ, ഡിഫറെൻറ്റ് മെമ്മറി അലോക്കേഷൻസ് ആർ സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. The memory allocation that takes place before the execution of the program is known as static memory allocation. പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷന് മുൻപ് നടക്കുന്ന അലോക്കേഷനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അതായത് നിങ്ങളൊരു പ്രോഗ്രാം എഴുതുന്ന സമയത്ത് തന്നെ ഇൻറ്റ് എ, ഇൻറ്റ് പി എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യാറില്ലേ. സോ അത്തരത്തിലുള്ള അലോക്കേഷനാണ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ. അടുത്തത്, the memory allocation that takes place during the execution of the program is known as dynamic memory allocation. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നടക്കുന്ന അലോക്കേഷനാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അടുത്തത്, റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, ഡൈനാമിക് മെമ്മറി അലോക്കേഷനായിട്ട് ബന്ധപ്പെട്ടതാണ്. എന്തൊക്കെയാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഫീച്ചേഴ്സ്? ദ മെമ്മറി അലോക്കേഷൻ ദാറ്റ് ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ എക്സിക്യൂഷൻ ഓഫ് ദി പ്രോഗ്രാം. അടുത്തത്, ഇതിൽ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററാണ് ന്യൂ ഓപ്പറേറ്ററാണ് ഉപയോഗിക്കുന്നത്. പോയിന്റർ ഈസ് നെസസറി, പോയിന്റർ അത്യാവശ്യമാണ്. ഡാറ്റ ഈസ് റെഫറൻസ്ഡ് യൂസിങ് പോയിന്റേഴ്സ് ആൻഡ് വാല്യൂ അറ്റ് ഓപ്പറേറ്റർ. സോ ഇവിടെ ഡാറ്റ റെഫറൻസ് ചെയ്യുന്നത് പോയിന്റേഴ്സും വാല്യൂ അറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്പറേഷന് ഡി അലോക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഇത്രയുമാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഫീച്ചേഴ്സ്. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ നിങ്ങളിപ്പോൾ 2 ക്വസ്റ്റ്യൻസ് കണ്ടു അല്ലേ, എന്തൊക്കെയാണ് മെമ്മറി അലോക്കേഷൻ്റെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് വരുന്നത്, ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്. സോ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഇനി അടുത്തൊരു ചോദ്യം നോക്കൂ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓപ്പറേറ്റർ ഈസ് യൂസ്ഡ് ഫോർ ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ? ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ ഏതാ? ന്യൂ ഓപ്പറേറ്റർ ആണ്. മനസ്സിലായല്ലോ, ന്യൂ ഓപ്പറേറ്റർ ഈസ് റിക്വയർഡ്. ഹൗ വിൽ യു ഫ്രീ ദ അലോക്കേറ്റഡ് മെമ്മറി ഇൻ C++? ഈ ചോദ്യം ശ്രദ്ധിക്കണം. അലോക്കേറ്റഡ് മെമ്മറി C++ൽ എങ്ങനെയാണ് ഫ്രീ ചെയ്യുന്നതെന്ന്. സോ ഇൻ ദ കേസ് ഓഫ് സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷൻ, മെമ്മറി ഈസ് അലോക്കേറ്റഡ് ആൻഡ് റിലീസ്ഡ് ബൈ ദ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. സ്റ്റാറ്റിക് മെമ്മറി അലോക്കേഷനിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതും അത് റിലീസ് ചെയ്യുന്നതും ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. സോ ഇൻ ദ കേസ് ഓഫ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ, memory is allocated using new operator and released using delete operator. Dynamic memory allocationൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത് ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടും അതുപോലെ റിലീസ് ചെയ്യുന്നത് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുമാണ്. വാട്ട് ഈസ് മെയിൻ ബൈ മെമ്മറി ലീക്ക് ഇൻ C++ പ്രോഗ്രാമിംഗ്? ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. C++ പ്രോഗ്രാമിങ്ങിലെ മെമ്മറി ലീക്ക് എന്താണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾ ഓരോ പ്രാവശ്യം ന്യൂ ഓപ്പറേറ്റർ ഉപയോഗിച്ചൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു,
പിന്നീട് ഡിലീറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ വിട്ടുപോകുന്നു. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ എന്താ സംഭവിക്കുന്നത്, ഓരോ പ്രാവശ്യം നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഓർഫൺ മെമ്മറി ബ്ലോക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യും. അതായത് ഉപയോഗിക്കപ്പെടാത്തൊരു മെമ്മറി അവിടെ ക്രിയേറ്റ് ചെയ്യും. സോ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് ഒത്തിരി കൂടും. സോ അങ്ങനെയാണ് അവിടെ മെമ്മറി ലീക്ക് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിൻ്റെ ആൻസർ ഇവിടെ എഴുതുന്നില്ല. അടുത്തത് എക്സ്പ്ലെയിൻ ദ റീസൺസ് ഫോർ മെമ്മറി ലീക്ക് ഇൻ പ്രോഗ്രാമിംഗ്. അതായത് ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ അടുത്തൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് എന്താ, മെമ്മറി ലീക്കിൻ്റെ റീസൺസ് എന്തൊക്കെയാണ്. സോ ഫോർഗെറ്റിംഗ് ടു ഡിലീറ്റ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് മെമ്മറി, then failing to execute delete statement due to poor logic of the program code. ഇത് രണ്ടുമാണ് അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്. പോയിന്റർ ആൻഡ് അറേ എന്ന ഭാഗത്തു നിന്ന് വരുന്നതാണ്. റീഡ് ദ ഫോളോവിങ് കോഡ് സ്റ്റേറ്റ്മെന്റ്സ്. റീഡ് ദ ഫോളോവിങ് കോഡ് ഫ്രാഗ്മെന്റ്. int a equal to 5, 10, 15, 20, 25. int star p equal to a. Predict the output of the following statement. cout star p. ഇവിടെ a എന്ന് പറയുന്ന ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. എയിലേക്ക് 5, 10, 15, 20, 25 5 എലമെൻസിൻ്റെ വാല്യൂ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ int star p equal to a. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർ പി എന്ന് പറയുമ്പോൾ എന്താ വരുന്നതെന്നാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ദ പോയിന്റർ p now holds the address of a of 0. that means p points to 5. int star p equal to a. അതായത് ഇവിടെ p എന്ന് പറയുന്ന പോയിന്ററിൽ എന്താ ഉണ്ടാവുന്നത്, അഡ്രസ് ഓഫ് എ ഓഫ് 0. എ ഓഫ് 0യിലുള്ള അഡ്രസ് ആണ് ഉണ്ടാവുന്നത്. അതായത് പി പോയിന്റ് ചെയ്യുന്നത് 5 എന്ന് പറയുന്ന വാല്യൂ ആണ്. cout സ്റ്റാർ p പ്ലസ് 1. നമുക്കറിയാം സ്റ്റാർ p എന്ന് പറയുമ്പോൾ 5 ആണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത്. സോ p സ്റ്റാർ p പ്ലസ് 1 എന്ന് പറയുമ്പോൾ 6 ആണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അടുത്തത് cout സ്റ്റാർ ഓഫ് p പ്ലസ് 1. p പ്ലസ് 1. ഓക്കെ, ഇവിടെ p പ്ലസ് 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിലേക്കാണ് അത് പോയിന്റ് ചെയ്യുന്നത്. സോ സ്റ്റാർ ഓഫ് p പ്ലസ് 1 എന്ന് പറയുമ്പോൾ സെക്കൻഡ് പൊസിഷനിലുള്ള വാല്യൂ ആണ് വരുന്നത്. സോ 10 ആണ് അവിടെ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്തത് ഇതേ ഫോർമാറ്റിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. റീഡ് ദ ഫോളോവിങ് C++ കോഡ്. int a of 5 equal to 10, 15, 20, 25, 30. അതിനുശേഷം int star p equal to a. ഈ അറയാണ് പി എന്ന് പറയുന്ന പോയിന്ററിലേക്ക് കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ കോഡിൻ്റെ ഔട്ട്പുട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാർ ഓഫ് p പ്ലസ് 2 സെമികോളൻ. സോ നമുക്കറിയാം p പ്ലസ് 2 എന്ന് പറയുമ്പോൾ എന്താ, p പ്ലസ് 0th പൊസിഷനിൽ 10 ആണ്, ഫസ്റ്റ് പൊസിഷനിൽ 15 ആണ്. സോ p പ്ലസ് 2 എന്ന് പറയുമ്പോൾ അത് തേർഡ് പൊസിഷനാണ് വരുന്നത്. സോ സ്റ്റാർ ഓഫ് p പ്ലസ് 2 എന്ന് പറയുമ്പോൾ 20 ആണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. അങ്ങനെയെങ്കിൽ cout സ്റ്റാർ p പ്ലസ് 3 എന്തായിരിക്കും, നമ്മൾ നേരത്തെ കണ്ടു സ്റ്റാർ p എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പൊസിഷനിലുള്ള വാല്യൂ ആണ് വന്നിരിക്കുന്നത് 10 ആണ്. സോ 10 പ്ലസ് 3 13 ആണ് ഇതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 ഡിക്ലറേഷൻ സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. താഴെ തന്നിരിക്കുന്നതിൽ എന്താണ് ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കാം. ഫസ്റ്റ് പാർട്ട്, int star ptr equal to new int of 10. int star ptr equal to new int of 10. ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് എന്താ, ഇവിടെ എന്താ ഡിഫറൻസ് എന്ന് പറയുന്നത്, എ മെമ്മറി ഈസ് ഡൈനാമിക്കലി അലോക്കേറ്റഡ് ആൻഡ് ഇനിഷ്യലൈസ്ഡ് വിത്ത് ദ വാല്യൂ ഓഫ് 10. ആദ്യത്തേതെന്ന് പറയുന്നത് ഡൈനാമിക്കലി ഒരു മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്, അതിലേക്ക് 10 എന്ന് പറയുന്ന വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഇവിടെ ബ്രാക്കറ്റ് കാണാം, ഒരു ഓപ്പൺ ബ്രാക്കറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അടുത്തത് എന്താ, ആൻ ഇൻറ്റിജർ അറേ ഓഫ് സൈസ് 10 ന്യൂ int of 10. ഇത് അറേ ആണ് വന്നിരിക്കുന്നത്. ആൻ ഇൻറ്റിജർ അറേ ഓഫ് സൈസ് 10 ഈസ് ക്രിയേറ്റഡ് ഡൈനാമിക്കലി. അടുത്തത് പോയിന്റർ ആൻഡ് സ്ട്രിംഗ് എന്ന് പറയുന്ന ഭാഗത്തു നിന്ന് നമുക്ക് വരാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെപ്രസെന്റ് ദ നെയിം ഓഫ് 12 months ആസ് ആൻ അറേ ഓഫ് സ്ട്രിംഗ്. ഇതൊരു 2 മാർക്കിൻ്റെ ചോദ്യമായിരുന്നു. അതായത് 12 മാസങ്ങൾ ഒരു അറേ ഓഫ് സ്ട്രിംഗ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുക. 12 എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ അറേ, അതായത് പോയിന്റേഴ്സ് ഉപയോഗിച്ചാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത്, പെൻ ബൈ സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പഠിച്ചിരിക്കണം. സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ ഈസ് എ സ്ട്രക്ചർ ഇൻ വിച്ച് വൺ ഓഫ് ദി എലമെന്റ്സ് ഈസ് പോയിന്റഡ് ടു ദ സെയിം സ്ട്രക്ചർ. അതായത് സോ അതിനൊരു എക്സാമ്പിൾ ആണ് സ്ട്രക്ട് നോഡ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അതിൽ എലമെന്റ്സ് ആണ് ഇൻറ്റ് ഡാറ്റ. അടുത്ത എലമെന്റ് എന്താണെന്ന് നോക്കൂ, നോഡ് സ്റ്റാർ ലിങ്ക്. അതായത് ഈ ഒരു സ്ട്രക്ചർ തന്നെയാണ് ഇവിടെ എലമെൻ്റ് ആയിട്ട് വരുന്നത്, നോഡ് സ്റ്റാർ ലിങ്ക്. ദെൻ സ്ട്രക്ചറിൻ്റെ ഇത് ഓപ്പൺ ബ്രേസസ് ക്ലോസ് ചെയ്യുക, സെമികോളൻ. ഇതാണ് സെൽഫ് റെഫറൻഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. പോയിന്റേഴ്സിൽ നിന്ന് വരാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു.
ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ അടുത്ത ചാപ്റ്റേഴ്സും പഠിക്കേണ്ടത്. അതായത് ഓരോ പോർഷൻ എടുക്കുക, ആ പോർഷനിൽ നിന്ന് വരാവുന്ന ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിന് ചോദ്യം ഉത്തരം, ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയുള്ള ചോദ്യങ്ങളെല്ലാം നമ്മുടെ പബ്ലിക് എക്സാമിന് കാണുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ സാധിക്കും. മാത്രമല്ല ഒരു കൺഫ്യൂഷനൊന്നും ഇല്ലാതെ തന്നെ വളരെ ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് A+ കിട്ടാൻ സാധിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം അടുത്ത് വരികയാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതുപോലെ വാട്സപ്പ് ചാനലിൽ നമുക്ക് ജോയിൻ ചെയ്യാം. വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്കിപ്പോൾ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാം. അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിലും ബിനൂസ് ട്യൂട്ടോറിയൽസിൻ്റെ ഇൻസ്റ്റഗ്രാം പേജ് ഉണ്ട്. താല്പര്യമുള്ളവർ ഇൻസ്റ്റഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഫേസ്ബുക്കിൽ നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.